ഗോപിക്കെതിരെ ആരോപണം കടുപ്പിച്ച് LDF. വ്യാജ മേൽവിലാസങ്ങൾ നൽകി 30,000-ലധികം വോട്ടുകൾ തൃശൂരിൽ ചേർത്തുവെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം പറയേണ്ടി വരുമെന്ന് മന്ത്രി കെ രാജൻ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പരാതിയുമായി KSU. സുരേഷ് ഗോപിക്കെതിരായുള്ള ആരോപണങ്ങൾ തള്ളി BJP. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി കൈവരിച്ച വിജയത്തെ അവമതിക്കാനാണ് കോൺഗ്രസും LDFും ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 5 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ മാൻ സഫാരി പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. സുവോളജിക്കൽ പാർക്കിൽ പെറ്റ് സൂവിന്റെയും വെർച്വൽ സൂവിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വെളിച്ചെണ്ണ വില തിളയ്ക്കുന്നു. സാധാരണക്കാർ ദുരിതത്തിൽ. ഓണത്തിന് ഇനിയും വില ഉയർന്നേക്കുമെന്ന് വ്യാപാരികൾ. മാസങ്ങളായി വെള്ളം കയറി ഗതാഗതം മുടങ്ങിക്കിടന്നിരുന്ന മനക്കൊടി പുള്ളു റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടിയാകുന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടി പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. നമസ്കാരം. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SIR എന്നറിയപ്പെടുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വോട്ടർ പട്ടികയുടെ പ്രത്യേക തരത്തിലുള്ള അതിവേഗതയിലുള്ള പുനർരൂപീകരണം, അതിൽ നിന്ന് പേരുകൾ കൂട്ടിച്ചേർക്കുകയും മാറ്റുകയും ഒക്കെ ചെയ്യാനുള്ള ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ബീഹാറിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതാദ്യമായി പ്രഖ്യാപിച്ചത്. ഇവിടെ ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള വിമർശനം, ഇത്തരമൊരു കാര്യം SIR പോലുള്ള ഒരു ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളോട് ഒരു വട്ടം ചർച്ച ചെയ്യാൻ ഞങ്ങളിത് ചെയ്യാൻ പോവുകയാണെന്ന് പറയാം. ചീഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ ചെന്ന് കണ്ട് സംസാരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. അപ്പോഴും ഞങ്ങളോട് പറഞ്ഞില്ലത് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. വോട്ടർ പട്ടിക പുനർക്രമീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പത്രത്തിലൂടെയാണ് അറിഞ്ഞത്. അത് തന്നെ എന്തോ ദുരുദ്ദേശമുണ്ട് എന്നതിന്റെ തെളിവാണ്. രാഹുലിന്റെ വെളിപ്പെടുത്തലുകൾ സ്ഫോടനാത്മകമാണ്. BJP ഭരണത്തിന്റെ അനുബന്ധം പോലെയാണ് കമ്മീഷൻ പെരുമാറുന്നതെന്നും MA ബേബി പറഞ്ഞു. വ്യാജ മേൽവിലാസങ്ങൾ നൽകി 30,000-ലധികം വോട്ടുകൾ തൃശൂരിൽ ചേർത്തു. ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്നും MA ബേബി പറഞ്ഞു. വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം പറയേണ്ടി വരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുത്തൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോകം ഉള്ളിടത്തോളം കാലം മൗനം പൂണ്ടിരിക്കാനാകില്ല. താൽക്കാലികമായ മൗനം ഏറ്റവും അവസാനത്തെ വാക്കായി ആരും കാണരുത്. മൗനമായിരുന്ന പല കോട്ടകളും തുറപ്പിച്ച ചിത്രം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തെളിവുകൾ സഹിതം ഓരോ കാര്യങ്ങളും പുറത്തുവരുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇടതുപക്ഷം പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്തതയെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ ആരോപണങ്ങൾ ഉയർന്നു. പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ സാധ്യതയെക്കുറിച്ച് പല വിധത്തിലുള്ള വിദഗ്ധന്മാർ അഭിപ്രായം രേഖപ്പെടുത്തി. വോട്ടർ പട്ടികയിൽ കൃത്രിമങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ധാരാളമായിട്ടുള്ള തെളിവുകൾ നാട്ടിലുണ്ടാകും. ഇതെല്ലാം വളരെ ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഏറ്റവും കൃത്യതയോടെ ആ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാസത്തിൽ പൂങ്കുന്നത്തുണ്ടായ വോട്ടർ കേന്ദ്രത്തിൽ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്ന ശ്രീ KP രാജേന്ദ്രനും MK കണ്ണനും ഉൾപ്പെടെയുള്ളവർ അവിടെ നേരിട്ട് പോയി അത് രേഖാമൂലം പരാതി നൽകുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് പറഞ്ഞത് കൂടുതൽ യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിലപാടിൽ മാറ്റമില്ല, നിലപാട് മാറ്റി തന്നെ വിഷയങ്ങളോട് പ്രതികരിക്കേണ്ടി വരും. താൽക്കാലികമായിട്ടുള്ള മൗനം ഏറ്റവും അവസാനത്തെ വാക്കാണെന്ന് ആരും കരുതുകയും ചെയ്യേണ്ട. മൗനമുള്ളവരുടെ കോട്ടകൾ ലംഘിച്ച് തുറപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ നേരത്തെ കേരളത്തിലുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്. അവർക്കെല്ലാം ചരിത്രത്തിനോടും യാഥാർത്ഥ്യങ്ങളോടും ജനാധിപത്യത്തിനോടും മറുപടി പറയും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂർ മണ്ഡലത്തിലെ അസാന്നിധ്യം ചർച്ചയാകുന്നു. അതിനിടെ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പോലീസിലും പരാതി ലഭിച്ചു.
KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പരാതി നൽകിയത്. ഗുരുവായൂർ ഈസ്റ്റ് പോലീസിലാണ് പരാതി നൽകിയത്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട MP-യും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായ നടപടികൾക്കു ശേഷം എവിടെയും കാണാനില്ലാത്ത സാഹചര്യമാണെന്ന് ഗോകുൽ പരാതിയിൽ പറയുന്നു. അതിനാൽ കേന്ദ്ര സഹമന്ത്രിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്നും അദ്ദേഹം എവിടെയാണെന്നും കണ്ടെത്തണമെന്നാണ് ആവശ്യം. സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. കന്യാസ്ത്രീകളുടെ വിഷയമടക്കമുണ്ടായപ്പോഴും സുരേഷ് ഗോപിയെ എവിടെയും കണ്ടില്ലെന്നും അദ്ദേഹം ഒളിവ് ജീവിതത്തിലാണോ എന്നും മന്ത്രി പരിഹസിച്ചിരുന്നു. സുരേഷ് ഗോപിക്കെതിരെ പരോക്ഷ പരിഹാസവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസും കഴിഞ്ഞ ദിവസം രംഗത്തെത്തി. ഡൽഹിക്ക് അയച്ച നടനെ കാണാനില്ലെന്നും പോലീസിൽ അറിയിക്കണോ എന്നാണ് ആശങ്കയെന്നും യുഹാനോൻ മാർ മിലിത്തിയോസ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ പരിഹസിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി കൈവരിച്ച വലിയ വിജയത്തെ അവമതിക്കാനും ആ വിജയം സമ്മാനിച്ച തൃശൂരിലെ വോട്ടർമാരെ അപമാനിക്കാനുമാണ് കോൺഗ്രസും CPM-ഉം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. BJP ഓഫീസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു MT രമേശ്. തൃശൂരിൽ സുരേഷ് ഗോപി കൈവരിച്ചത് സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ വിജയമായിരുന്നു. ഒരു വർഷമായി തൃശൂർ കേന്ദ്രീകരിച്ച് സുരേഷ് ഗോപിയും പാർട്ടിയും നടത്തിയ പ്രവർത്തനങ്ങളാണ് അസൂയാവഹമായ വിജയം സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചത്. രാഷ്ട്രീയ എതിരാളികളെ അമ്പരപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി കൈവരിച്ച വിജയത്തിന്റെ ഞെട്ടലിൽ നിന്ന് തൃശൂരിലെ കോൺഗ്രസ് CPM നേതൃത്വം ഇനിയും മുക്തരായിട്ടില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതാക്കൾ പിച്ചും പേയും പറയുന്നത്. അടിയന്തരമായി ഇവരെയെല്ലാം ചികിത്സയ്ക്ക് വിധേയരാക്കണം. തൃശൂരിൽ വ്യാപകമായി വോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമാനുസൃതമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് റെസിഡൻഷ്യൽ പ്രൂഫ് ഹാജരാക്കിയാണ് വോട്ട് ചേർത്തതെന്നും MT രമേശ് പറഞ്ഞു. CPM കോൺഗ്രസ് നേതാക്കന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രസ്താവന അത് തൃശൂരിലെ വോട്ടർമാരോടുള്ള വെല്ലുവിളിയാണ്, വോട്ടർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. തൃശൂരിൽ സുരേഷ് ഗോപി കൈവരിച്ചത് സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ വിജയമായിരുന്നു. രണ്ട് മുന്നണികളും സൃഷ്ടിച്ചിട്ടുള്ള വലിയ വെല്ലുവിളികളെയും അപവാദ പ്രചരണങ്ങളെയും എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചത്. വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അട്ടിമറി വിജയമാണ് കരസ്ഥമാക്കിയത് എന്നുള്ള വിചിത്രമായിട്ടുള്ള ചില വാദങ്ങളൊക്കെയാണ് ഈ നേതാക്കന്മാര് ഇപ്പോ പ്രകടിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതാക്കന്മാർ വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള പ്രാഥമിക പഠനമെങ്കിലും അവർ നടത്തേണ്ടതായിരുന്നു. ഞാൻ അവരാരെയും ചെറുതാക്കി കാണിക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പരാജയത്തിൽ നിന്ന്, ആ പരാജയത്തിന്റെ ഞെട്ടിൽ നിന്ന് വിമുക്തമാക്കാത്തത് കൊണ്ടാണ് അവർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ പരിശ്രമിക്കുന്നത്. ഒരു തരത്തിൽ കോൺഗ്രസും CPM ഒക്കെ പിച്ചുമ്പയും പറയുകയാണ്. ഇന്നലെ പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരിൽ വ്യാപകമായി BJP-ക്കാര് വോട്ട് ചേർത്തു എന്നുള്ളതാണ്. ഞങ്ങൾ വ്യാപകമായി വോട്ട് ചേർത്തിട്ടുണ്ട്, ഞങ്ങൾ നിഷേധിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമാനുസൃതമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ള റെസിഡൻഷ്യൽ പ്രൂഫ് ഹാജരാക്കിയിട്ട് ഞങ്ങൾ വോട്ട് ചേർത്തിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും പേര് തൃശൂരിൽ ചേർത്തത് തിരുവനന്തപുരത്തെ വോട്ട് വെട്ടിയാണ്. സുരേഷ് ഗോപിയും കുടുംബവും രഹസ്യമായിട്ടല്ല വോട്ട് ചെയ്തത്. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ 10 വോട്ടർമാരുണ്ടായിരുന്നു. ഇപ്പോൾ 4 പേരേയുള്ളൂ. ബാക്കി 6 പേർ എവിടെ പോയെന്ന് ഈ നേതാക്കൾ അന്വേഷിക്കട്ടെ എന്നും MT രമേശ് പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. കുന്നംകുളത്ത് കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു, 5 പേർക്ക് പരിക്കേറ്റു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി കണ്ണൂർ സ്വദേശി 86 വയസ്സുള്ള കുഞ്ഞിരാമൻ, കാർ യാത്രിക കുന്നംകുളം സ്വദേശിനി 52 വയസ്സുള്ള പുഷ്പ എന്നിവരാണ് മരിച്ചത്. തൃശൂരിൽ നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസും എതിർദിശയിൽ വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ പെറ്റ് സൂവിന്റെയും വെർച്വൽ സൂവിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം തന്നെ ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. സുവോളജിക്കൽ പാർക്കിലെ ഡിയർ സഫാരി പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പെറ്റ് സൂ ആരംഭിക്കുന്നതിന്റെ ധാരണ ഉണ്ടാക്കി കഴിഞ്ഞു. കുട്ടികൾക്ക് അരുമ മൃഗങ്ങളുമായി ഉല്ലസിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ ഒരുക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സൂവിൽ വരുന്ന കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൂർണ്ണമായിട്ടുള്ള സഹായത്തോടെ മൃഗങ്ങളെ കെട്ടിപ്പിടിക്കാനും 4 തരത്തിലുള്ള രാജ്യങ്ങളിലെ സഫാരി സൂ അനുഭവങ്ങൾ വെർച്വലായി കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കാണാനും പറ്റുന്ന സംവിധാനമാണ് വെർച്വൽ സൂവിൽ ഒരുക്കുന്നത്. അവർക്ക് യാത്ര ചെയ്യാനും അതിനിടയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മൃഗങ്ങളെ തൊട്ടുനിന്ന് കാണാനും ആ മൃഗങ്ങളെ കെട്ടിപ്പിടിക്കാനും അതുമായി ബന്ധപ്പെട്ട് ആസ്വദിക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിൽ വല്ലാത്തൊരു അനുഭവം സാധാരണ നിലയിൽ ഉണ്ടാക്കാവുന്ന, അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഞാനും സ്പെഷ്യൽ ഓഫീസറും ഉള്ളപ്പോൾ പറഞ്ഞത് 45 മിനിറ്റോളം അതിനകത്ത് യാത്ര തോന്നിക്കും വിധത്തിലുള്ള വെർച്വൽ സൂ അതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അതും ഇപ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി അതിൻ്റെ സൗകര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും.
അതിൻ്റെ രണ്ടിൻ്റെയും ഒപ്പമാണ് ഇവിടെ ഒരു സഫാരി പാർക്ക് എന്ന് പറയുന്ന സഫാരി എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക്. നേരത്തെ നെയ്യാറിൽ ലയൺ സഫാരി ഉണ്ടായിരുന്നു. അതിപ്പോൾ ആ വിധത്തിൽ അങ്ങ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് എൻ്റെ ധാരണ. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിൽ സഫാരിയുള്ളൊരു കേന്ദ്രമായിട്ട് ഇവിടെ വരും എന്നുള്ളത് കൊണ്ട് ആളുകളെ കുറെ കൂടി കണ്ണട വെച്ച് കാണുന്ന സംവിധാനമല്ല, അവർക്ക് യാത്ര ചെയ്യാനും ഇഷ്ടമുള്ള മൃഗങ്ങളെ തൊട്ടുനിന്ന് കാണാനും ആസ്വദിക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നതെന്നും 45 മിനിറ്റോളം യാത്ര തോന്നിക്കും വിധത്തിലുള്ള വെർച്വൽ സൂ ഒരുക്കാനുള്ള സൗകര്യങ്ങൾ ഓഗസ്റ്റ് 15 നേരിട്ട് പരിശോധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കർണാടകയിൽ നിന്നും 246 തരം മൃഗങ്ങളെയും പക്ഷികളെയും കൊണ്ടുവരുന്നതിന് നടപടികൾ അവസാന ഘട്ടത്തിലാണ്. വിദേശത്ത് നിന്ന് 5 തരത്തിലുള്ള പക്ഷികളെ കൊണ്ടുവരുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായി. TCV ന്യൂസ്, തൃശൂർ. വെളിച്ചെണ്ണ വില തിളയ്ക്കുന്നു, സാധാരണക്കാർ ദുരിതത്തിൽ. 1 ലിറ്റർ വെളിച്ചെണ്ണ 480-500 രൂപയ്ക്കാണ് വിറ്റഴിക്കുന്നത്. കേരളത്തിലെ തേങ്ങയോൽപാദനം കുറഞ്ഞതാണ് ഇത്തരത്തിൽ വില കൂടാൻ കാരണമെന്ന് പറയപ്പെടുന്നു. 1 കിലോ തേങ്ങയ്ക്ക് മൊത്തവില 70 രൂപയും ചില്ലറ വില 75 മുതൽ 80 രൂപ വരെയും ഉയർന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു തെങ്ങിൽ നിന്ന് 15-ൽ താഴെ തേങ്ങ മാത്രമാണ് ലഭിക്കുന്നത്. അതും വെളിച്ചെണ്ണ വില ഉയരാൻ കാരണമായിട്ടുണ്ട്. ഇത്തരത്തിൽ വെളിച്ചെണ്ണയ്ക്ക് അനിയന്ത്രിതമായി വില ഉയരുന്നതിനാൽ കേരളത്തിലെ കർഷകർക്ക് യാതൊരുവിധ ലാഭവും ലഭിക്കുന്നില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മായം ചേർത്ത വെളിച്ചെണ്ണയാണ് കൂടുതലും കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നത്. വളരെ ലോക്കൽ സാധനങ്ങൾ വരുന്നുണ്ട്, പക്ഷേ നമ്മളെടുത്ത് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ വെളിച്ചെണ്ണ വരുന്നുണ്ട്, പക്ഷേ ഇത് കംപ്ലീറ്റ് ചേർത്തിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ആ വിലയ്ക്ക് അവർക്ക് വിൽക്കാൻ പറ്റുന്നത്. ബ്രാൻഡ് വെളിച്ചെണ്ണ എല്ലാം 500 മുകളിൽ ലിറ്ററിന് നമുക്ക് വരുന്നുണ്ട്. വില ഉയരുകയാണെങ്കിൽ ഓണത്തിന് 1 കിലോ വെളിച്ചെണ്ണ 600 രൂപയ്ക്ക് മുകളിലെത്താനാണ് സാധ്യത. ഈ 1 വർഷമായിട്ട് തേങ്ങയുടെ ഇങ്ങനെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വെളിച്ചെണ്ണയ്ക്കും അതുപോലെ തന്നെ വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു സാധാരണക്കാരൊരു വീട്ടിലൊരു അമ്മമാരും പെങ്ങന്മാരെല്ലാം ജോലിക്ക് പോയാൽ തന്നെ കിട്ടുന്ന കൂലി ഒരു 500 രൂപ കൂലി ഇട്ടവർ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് തന്നെയായി. അതുപോലെ നാളികേരത്തിന് എന്തെങ്കിലും ഒരു വില വ്യത്യാസം വന്നിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ വന്ന് വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് അവർക്കൊരു സമാധാനം ഉണ്ടാവും. നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾക്കൊരു ബിസിനസ് കൂടുതൽ വരും. കേരളത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് സ്വന്തമായി മില്ലുകൾ നടത്തി പ്രാദേശികമായി കർഷകരിൽ നിന്നും തേങ്ങ സംഭരിച്ച് എണ്ണയാട്ടുന്നത്. ചെറുകിട നാളികേര കർഷകർക്കും മില്ലുടമകൾക്കും സർക്കാർ സംവിധാനങ്ങൾ വേണ്ട പ്രോത്സാഹനം നൽകണമെന്ന് മില്ലുടമകളും കർഷകരും ആവശ്യപ്പെടുന്നു. TCV ന്യൂസ്, തിരുവല്ലുവാമല. മാസങ്ങളായി വെള്ളം കയറി ഗതാഗതം മുടങ്ങിക്കിടന്നിരുന്ന മനക്കുടി പുള്ള് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മാർഗം തെളിയുന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടി പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. അരുമ്പൂർ പഞ്ചായത്ത് കാർഷിക വികസന സമിതി ചെയർമാൻ K. രാഗേഷിന്റെ നേതൃത്വത്തിൽ സംയുക്ത പാടശേഖര സമിതി സെക്രട്ടറി KK അശോകൻ, കൃഷ്ണങ്കോട്ട പാടശേഖര സമിതി പ്രസിഡന്റ് TV വിദ്യാധരൻ എന്നിവർ തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. തുടർന്നാണ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രൈവറ്റ് സെക്രട്ടറി ഇടപെട്ടത്. റോഡ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്ന കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായി മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സംസാരിക്കുകയും റിപ്പോർട്ടിന്റെ വിവരങ്ങൾ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകുന്നതിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. 3 വർഷമായിട്ടും ഇനിയും റിപ്പോർട്ട് തയ്യാറാക്കി നൽകാത്തത് അനുവദിക്കാനാകില്ലെന്നും അടിയന്തരമായി റിപ്പോർട്ട് ബന്ധപ്പെട്ട ഓഫീസർക്ക് കൈമാറണമെന്നും മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി. 1200 മീറ്റർ PWD റോഡ് വെള്ളക്കെട്ട് മൂലം 75 ദിവസം അടച്ചിടേണ്ടി വന്നിരുന്നു. തൃപ്രയാർ, കാട്ടൂർ, പഴുവിൽ മേഖലയിലുള്ളവർക്ക് ജില്ലാ ഭരണസിരാ കേന്ദ്രത്തിലെത്താൻ എളുപ്പമാർഗമാണ് ഈ റോഡ്. നിരവധി സന്ദർശകരെത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ പുള്ള് ജലസവാരി കേന്ദ്രവും താമരപ്പാടവും ഈ റോഡിന്റെ അരികിലാണ്. വെള്ളക്കെട്ട് മൂലം PWD റോഡിന്റെ സമീപത്തുള്ള വാരിയം കോൾ, അഞ്ചുമുറി, വിളക്കുമാടം എന്നീ കോൾപ്പാടങ്ങളിൽ കൃഷി ഇറക്കാനും കാലതാമസമുണ്ടായി. TCV, തൃശൂർ. മഹാത്മജിയും അദ്ദേഹം നെയ്തെടുത്ത ഇന്ത്യ എന്ന ആശയവും വധിക്കപ്പെടുന്നതാണ് രാജ്യത്തെ നിലവിലെ അവസ്ഥയെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഗോഡ്സെ വർഗീയതയുടെ ഉപകരണം മാത്രമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ലളിതകല അക്കാദമിയിൽ ഫ്രീഡം ഗാന്ധി 169 കലാപ്രദർശനം കണ്ട ശേഷം സംസാരിക്കുകയായിരുന്നു MA ബേബി. ജനാധിപത്യ മതേതര കൂട്ടായ്മയും സമദർശിയും ചേർന്നാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. സംഘാടക സമിതി ചെയർപേഴ്സൺ ഡോക്ടർ MV നാരായണൻ ആമുഖ പ്രഭാഷണം നടത്തി. കവി ഡോക്ടർ C. രാവുണ്ണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മനുഷ്യരായിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രദർശനമാണ്. അവർ ഒരിക്കലെങ്കിലും നേരിട്ട് കണ്ട് പഠിക്കേണ്ട ഒരു പ്രദർശനമാണ്. മുമ്പ് കൊച്ചിയിൽ ഈ പ്രദർശനം സാക്ഷാത്കരിക്കപ്പെട്ടിരുന്നു. അതിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തിക്കൊണ്ട് തൃശ്ശൂരിൽ പനി ബാധിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. പുത്തൻപീടിക സ്വദേശി തേക്കാനത്ത് ബിജുവിന്റെ മകൾ 19 വയസ്സുള്ള അലക്സിയയാണ് മരിച്ചത്. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലെ ഫാം D വിദ്യാർത്ഥിനിയായിരുന്നു. ചന്ദ്രാപ്പിന്നെ സ്വദേശിയിൽ നിന്നും സൈബർ തട്ടിപ്പിലൂടെ 1.5 കോടിയിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ മഹാരാഷ്ട്ര സ്വദേശികളായ 2 പേർ പിടിയിലായി.
മഹാരാഷ്ട്ര സ്വദേശികളായ മുഹമ്മദ് ഹസൻ, ഹനീഫ് സയ്യിദ് അൻസാരി, മുഹമ്മദ് സിംബാദ് ഹൈദർ എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇടവേള. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. അത്യാസന്ന നിലയിലുള്ള രോഗിയുമായി മെഡിക്കൽ കോളേജിലേക്ക് പോയ ആംബുലൻസ് ഗതാഗത കുരുക്കിൽപ്പെട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയാതായപ്പോൾ വഴിയൊരുക്കി വനിതാ പോലീസ് ഉദ്യോഗസ്ഥ. തൃശൂർ അശ്വിനി ജംഗ്ഷനിലായിരുന്നു സംഭവം. തൃശൂർ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അപർണ ലവകുമാറിന്റെ ഈ കഠിന പരിശ്രമം സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു ദൃശ്യം വൈറലാണ്. ഒരു ജീവൻ രക്ഷിക്കാനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഒരു ആംബുലൻസിന് വഴിയൊരുക്കുന്ന ആ ദൃശ്യമാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യത്തിലെ നായികയായ അപർണ ലവകുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ആകെ വൈറലാണല്ലോ. അത് എന്താണെന്നറിയില്ല. സാധാരണ അത് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. യൂണിഫോം ഇട്ട ഒരു ആളാണെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഇതാദ്യമായിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഇഷ്ടം പോലെ എൻ്റെ കൂട്ടത്തിലുള്ള പോലീസുകാർ ഈ അടുത്ത് തന്നെ തൃശ്ശൂർ റൂറൽ പോലീസിലെ ഒരു മണികണ്ഠൻ എന്ന് പേരായിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അത് യൂണിഫോം ഇല്ലെങ്കിൽ കൂടെ ഞങ്ങളത് ആക്ട് ചെയ്യും. അശ്വിനി ആശുപത്രി ജംഗ്ഷനിൽ. അതെ അതെ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. അവർ മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗിയെ കൊണ്ട് ജൂബിലി മിഷനിലേക്ക് പോകുന്ന വഴിയായിരുന്നു. അപ്പം ഞാൻ പിങ്കിൻ്റെ വണ്ടിയിലുണ്ടായിരുന്നു. യൂണിഫോമിൽ നമുക്ക് അവിടെ അങ്ങനെ അനങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ആക്ട് ചെയ്തില്ലെങ്കിൽ നാളെ അത് നെഗറ്റീവ് വാർത്തയായിട്ട് വരും. ഇനിയിപ്പോൾ വാർത്തയുടെ പുറത്തല്ല, പക്ഷെ നമുക്ക് അത് പോലീസാണെങ്കിലും ശരി അല്ലെങ്കിൽ ശരി മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപർണ 100 മീറ്റർ ഓട്ടത്തിലൊക്കെ ചാമ്പ്യനും കൂടിയാണ്. അതൊക്കെ ഇവിടെ ഒരു ഗുണമായി തോന്നുന്നു. അതല്ല, ഞാനിനി ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അത് ആദ്യം തൊട്ടേ സ്പോർട്സിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല ഇപ്പോൾ സ്പോർട്സ് ഒന്നും അല്ലെങ്കിലുള്ള ആളുകളാണെങ്കിലും അങ്ങനെ ചെയ്യും. ഇനിയും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായാൽ ഇതൊക്കെ പ്രതീക്ഷിക്കാം. അത് ഞങ്ങളുടെ ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ എന്താ, ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഇവിടെ ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ഞങ്ങളുടെ ACP സാറും സലീർ സാറും ഞങ്ങളുടെ കമ്മീഷണറും ഇളങ്കോ സാർ അവരൊക്കെ പറഞ്ഞത് ഇങ്ങനെയുള്ളൊരു സന്ദർഭം ഉണ്ടായി എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. അത് തന്നെയാണ് അപർണ ചെയ്തത്. എന്തായാലും അത് അഭിനന്ദനീയമാണ് എന്ന് സാർ എനിക്കത് GSC എഴുതിയിട്ടുണ്ട്. എന്താണ് വീട്ടുകാരുടെയും സഹപ്രവർത്തകരുടെ ഒരു പ്രതികരണം? അയ്യോ, ഒന്നും പറയണ്ട. എല്ലാവരും വിളിയും മെസ്സേജ് അയക്കലും ഒക്കെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു ചമ്മലുണ്ട്. കാരണം ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. അതിനിപ്പോൾ ഇത്രയ്ക്കും ഒരു പേരിൻ്റെയും പെരുമയുടെയൊന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്, എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴാണത് ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയത് എന്ന് മാത്രമാണ്. അപർണയ്ക്ക് മുന്നോട്ടുള്ള ഔദ്യോഗിക ജീവിതത്തിലും ഭാവി ജീവിതത്തിലുമൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം KV ലിബീഷ്, TCV ന്യൂസ്, തൃശൂർ. നാട്ടുകാർക്ക് പ്രയോജനമില്ലാതെ കടവല്ലൂർ പഞ്ചായത്തിലെ 4 കമ്മ്യൂണിറ്റി ഹാളുകൾ. പഞ്ചായത്ത് പരിപാടികളും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങളും മാത്രമാണ് ഇവിടെ നടക്കുന്നത്. കരിക്കാട് പഞ്ചായത്ത് കെട്ടിടം, കടവല്ലൂർ വട്ടമാവ്, തിപ്പിലിശ്ശേരി കസ്തൂർബ നഗർ, വടക്കേ കോട്ടോൽ, ഉന്നതി എന്നിവിടങ്ങളിലാണ് ഹാളുകളുള്ളത്. വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളുടെ സദ്യകൾ നടത്താൻ കുറഞ്ഞ ചെലവിൽ ഹാൾ നൽകുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് പൊതുജനങ്ങൾക്ക് ഹാളുകൾ ലഭിക്കുന്നില്ല. കരിക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഹാൾ 4 വർഷം മുൻപ് വരെ നാട്ടുകാർക്ക് ലഭിച്ചിരുന്നു. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചപ്പോൾ ഓഫീസ് താൽക്കാലികമായി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റി. അതോടെ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് നിർത്തി. കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി. ഹാൾ അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും പ്രവർത്തിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്.
വട്ടമാവിലെ ഹാൾ നവീകരിക്കുന്നതിനാണ് അടച്ചത്. മാസങ്ങൾ പിന്നിട്ടിട്ടും പണികൾ പൂർത്തിയായിട്ടില്ല. കോട്ടോൽ ഉന്നതിയിലെ ഹാൾ അതീവ ശോച്യാവസ്ഥയിലാണ്. തിപ്പിലശ്ശേരിയിൽ സാമഗ്രികളുടെ കുറവാണ് പ്രശ്നം. കമ്മ്യൂണിറ്റി ഹാളുകളുടെ പ്രവർത്തനം ക്രമീകരിക്കാനും മേൽനോട്ടത്തിനും മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നെങ്കിലും നടപ്പായില്ലെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK രാജേഷ് പറഞ്ഞു. TCV ന്യൂസ്, കുന്നംകുളം. ട്രാൻസ്ജെൻഡർ എഴുത്തുകാരി വിജയരാജ മല്ലികയുടെ മത്തമയൂരം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അയ്യന്തോളിൽ നടന്നു. എഴുത്തുകാരി സുജാത വാര്യർ, അധ്യാപികയും എഴുത്തുകാരിയുമായ ലിംസി ആന്റണിക്ക് ആദ്യ പ്രതി നൽകി പ്രകാശനം നിർവഹിച്ചു. നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നവാസ് M. ഖാദർ, സ്മിത കോടനാട്, ശ്രുതി വൈലത്തൂർ, ഡോക്ടർ ശോഭ ജാനകി തുടങ്ങിയവർ സംസാരിച്ചു. കാറ്റിനും വെളിച്ചത്തിനും രജീഷിന്റെ വീട്ടിലേക്ക് സുസ്വാഗതം. പ്രകൃതിയെ പരമാവധി വേദനിപ്പിക്കാതെ ഒരു വീട് പണിയണമെന്ന ചിന്തയാണ് രജീഷ് എന്ന ചെറുപ്പക്കാരന് ഈ വീട്ടിലേക്ക് വഴി കാണിച്ചത്. ധനകാര്യ വകുപ്പിൽ ഫിനാൻഷ്യൽ അസിസ്റ്റന്റായ രജീഷ് സ്വന്തമായി വീട് നിർമ്മിക്കും മുൻപേ മനസ്സിൽ വീട് പണിതുയർത്തിയിരുന്നു. വീടിനും ഒരു ആത്മാവ് വേണം, പരമാവധി പ്രകൃതിയോട് ഇണങ്ങി നിൽക്കണം, യഥേഷ്ടം കാറ്റും വെളിച്ചവും വേണം. ഇതായിരുന്നു രജീഷിന്റെ സ്വപ്നം. അങ്ങനെയാണ് രജീഷ് ശാന്തിലാലിലേക്ക് എത്തുന്നത്. ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായ ശാന്തിലാൽ രജീഷിന്റെ സ്വപ്നഗൃഹത്തിന് രൂപവും ഭാവവും നൽകി. സിമന്റിന്റെ ഉപയോഗം പരമാവധി കുറച്ചാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. പരമ്പരാഗത രീതിയിലുള്ള സുർക്കി മിശ്രിതമാണ് നിർമ്മാണത്തിനായി കൂടുതലും ഉപയോഗിച്ചത്. പഴയ മരം, ഓട് എന്നിവയും വീടിനു വേണ്ടി ഉപയോഗിച്ചു. വായുവും വെളിച്ചവും നേരിട്ട് കടന്നെത്തുന്ന വിധമാണ് വീടിന്റെ ഘടന. പരമാവധി കാറ്റും വെളിച്ചവും ഉള്ളിലേക്ക് കയറാവുന്ന രീതിയിൽ ജാളി വർക്കും പിന്നെ ഈ ജനാലകളെല്ലാം വളരെ കൂടുതൽ കൊടുത്തുകൊണ്ടുള്ളൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഏത് ചൂടത്ത് നമ്മൾ പുറത്തുനിന്ന് വന്നാലും ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു തണുപ്പ് അറ്റ്മോസ്ഫിയർ ഇപ്പോഴും ഉണ്ടാവും. പണ്ട് നമ്മുടെ വീടുകളെല്ലാം യൂസ് ചെയ്തിരുന്നത് ഈ ഒരു മിശ്രിതം യൂസ് ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം, മുല്ലപ്പെരിയാർ അണക്കെട്ട് കെട്ടിയിരുന്നത് ഇങ്ങനെ സുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു പഴയ സിസ്റ്റം ചൂട് കുറയ്ക്കാനുള്ള മാർഗം എന്നുള്ള രീതിയിലാണ് ഈ ഒരു രീതിയിലേക്ക് പോയത്. 50 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് 1.5 വർഷം കൊണ്ടാണ് 2700 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീട് നിർമ്മിച്ചത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ രജീഷ് എറിയാട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക വായനശാലയുടെ സെക്രട്ടറി കൂടിയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. നാലമ്പല ദർശനത്തിന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. കർക്കിടക മാസാചരണത്തിന്റെ അവസാന ഞായറാഴ്ചയായ ഇന്ന് സംഗമേശ്വരനെ ദർശിക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത്. മഴ മാറി നിന്നതും ഭക്തർക്ക് ദർശനത്തിന് ആശ്വാസമായി. ഭക്തർക്ക് മഴയും വെയിലും കൊള്ളാതെ ക്ഷേത്ര ദർശനം നടത്തുന്നതിന് വലിയ പന്തൽ ക്ഷേത്രത്തിന് ചുറ്റുമൊരുക്കിയിട്ടുണ്ട്. പന്തലിൽ ഇരിക്കാനും ഭക്തർക്ക് സൗകര്യമുണ്ട്. ഭക്തർക്കായി ഫസ്റ്റ് എയ്ഡ്, കുടിവെള്ളം തുടങ്ങിയ സൗകര്യങ്ങളും നാലമ്പല ദർശനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ നൂതന ആശയങ്ങളിലൂടെ കൃഷിയിടത്തിൽ കൂടുതൽ വരുമാനം നേടി കാർഷിക മേഖലയ്ക്ക് മാതൃകയാവുകയാണ് തിരുവല്ലോമലയിലെ കുറുമങ്ങാട്ട് പാടശേഖരം. 70 ഏക്കറിലായി പടർന്നു കിടക്കുന്ന നെൽ വയലാണ് പാടശേഖര സമിതിക്ക് കീഴിൽ വരുന്നത്. 25 വർഷത്തിലധികമായി നെൽകർഷകർക്ക് വേണ്ട നെൽവിത്ത് ഉൽപ്പാദിപ്പിച്ചു നൽകുന്ന തൃശൂർ ജില്ലയിലെ ഏക പാടശേഖരമാണ് കുറുമങ്ങാട്ട് പാടശേഖര സമിതി. ഇത്തവണ വയലിൽ നെൽകൃഷിയോടൊപ്പം തന്നെ വരമ്പുകളിൽ ചെണ്ടുമല്ലി കൃഷിയും വെണ്ട, പയർ, പാവൽ, വഴുതന തുടങ്ങിയ പച്ചക്കറി കൃഷികളും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും പരിപാലിച്ചു വരുന്നത്. തിരുവില്ലാമല കൃഷിഭവനാണ് ചെണ്ടുമല്ലി പച്ചക്കറി തൈകൾ സമിതിക്ക് നൽകിയത്. സ്വന്തം ആവശ്യത്തിനു പുറമെ പച്ചക്കറി തിരുവില്ലാമല മാർക്കറ്റിൽ നൽകുന്നുണ്ട്. ചെണ്ടുമല്ലിപ്പൂവും തിരുവില്ലാമലയിലെ പൂക്കടകളിൽ വിൽപ്പന നടത്തുന്നുണ്ട്. നെൽകൃഷിയിൽ നിന്നുള്ള വരുമാനം കൂടാതെ ഇതൊരു അധിക വരുമാനവും കൂടിയാണ് കർഷകർക്ക്. തിരുവില്ലാമല കൃഷി ഓഫീസർ വിവേക്, ബിനോയ്, റാണി, സജിത തുടങ്ങിയ കൃഷി ഓഫീസ് ജീവനക്കാരുടെ നിർദ്ദേശവും സഹായവും നൽകുന്നുണ്ട്. തുടർവർഷങ്ങളിലും ഇതുതന്നെ തുടരാനാണ് കർഷകരുടെ തീരുമാനം. പാടവരമ്പുകളിൽ പൂക്കൃഷി ചെയ്യുന്നതിനാൽ കീടങ്ങൾ പൂവിലേക്ക് ആകർഷിക്കുകയും അതുമൂലം നെൽകൃഷിക്ക് കീടങ്ങളുടെ ആക്രമണം കുറവാകുകയും അതുമൂലം കൂടുതൽ വിളവ് ലഭിക്കുകയും ചെയ്യുമെന്ന് പാടശേഖര സമിതി സെക്രട്ടറിയും കർഷകനുമായ രാമകൃഷ്ണൻ പറയുന്നു. TCV ന്യൂസ്, തിരുവില്ലാമല. ജനാധിപത്യ കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഗോപിനാഥൻ തറ്റാട്ട്, പാർട്ടി സീനിയർ ജനറൽ സെക്രട്ടറി ജെയിംസ് മൂട്ടിക്കലിന് അംഗത്വ രസീത് നൽകി നിർവഹിച്ചു.
പാർട്ടി ജില്ലാ ട്രഷറർ സോജൻ അയലൂർ, യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് വിപിൻ പൂമല, യൂത്ത് ജില്ലാ സെക്രട്ടറി രതീഷ് ആലുക്കൽ, ബേബി ഒല്ലൂർ, ഷാജു ചേർപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻകടപ്പുറം GF-UP സ്കൂളിൽ തിരികെ എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. 1993-94 ബാച്ചാണ് വർഷങ്ങൾക്കു ശേഷം ഒത്തുചേർന്നത്. പൂർവ്വ വിദ്യാർത്ഥിയും ചാവക്കാട് നഗരസഭ വൈസ് ചെയർമാനുമായ CC മുബാറക് ഉദ്ഘാടനം ചെയ്തു. ഷൈൻ ബാലൻ അധ്യക്ഷത വഹിച്ചു. ലതിക, സഫർഖാൻ, ഷഹീദ നാസർ, അയൂബ്, ഷാഹു, ഹംസ എന്നിവർ സംസാരിച്ചു. ഈ ബാച്ചിലെ അസുഖബാധിതയായി കിടക്കുന്ന സഹപാഠിയുടെ ചികിത്സാ സഹായവും സംഗമത്തിൽ നൽകി. സ്കൂൾ ഡെവലപ്മെന്റ് കമ്മിറ്റിയിലേക്ക് സഹായം നൽകാനും തീരുമാനിച്ചു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വേറിട്ടതായി. 20 വർഷങ്ങൾക്കു ശേഷം ഒത്തുകൂടിയവർ നിരവധി സേവന പ്രവർത്തനങ്ങളും നടത്തി. ഒരിക്കൽ കൂടി എന്ന പേരിലാണ് സമരിറ്റൻസ് 2005 ബാച്ച് ഒത്തുചേർന്നത്. പഠിച്ചിറങ്ങിയ ക്ലാസ് മുറികളിലൂടെ 2 പതിറ്റാണ്ടിന്റെ ഓർമ്മച്ചപ്പുകൾ തുറന്നാണ് സംഗമത്തിന് തുടക്കമിട്ടത്. സംഗമത്തിന് മുന്നോടിയായി സ്കൂളിലെ ജീവനക്കാർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി സ്പന്ദനം എന്ന പേരിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. കൂടാതെ അനുബന്ധ സ്ഥാപനമായ അൻസാർ സ്പെഷ്യൽ എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ഇത്തിരി നേരം ഒത്തിരി സന്തോഷമായി എന്ന പരിപാടിയും നടത്തി. ചിറമനങ്ങാട് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിലെ അന്തേവാസികളായ അമ്മമാർക്കൊപ്പം സ്നേഹവിരുന്നും സംഘടിപ്പിച്ചിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടനം അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് നിർവഹിച്ചു. പ്രിൻസിപ്പൽ EM ഫിറോസ് അധ്യക്ഷത വഹിച്ചു. മുൻ അധ്യാപകരായ സാഹിറ അഹമ്മദ്, അനിൽകുമാർ, ഷൈജി, സഫിയ ഷംസുദ്ദീൻ, KP അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. സമാരിറ്റൻസ് ടീം അംഗങ്ങളായ സുഹൈൽ ഇസ്മായിൽ, ഫസൽ ഉസ്മാൻ, ഷിനി നിയാസ് എന്നിവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, കുന്നംകുളം. പഴയന്നൂരിൽ വയോധികനെ കാണുവാനില്ല. വടക്കേത്തറ ചിറക്കൽ വീട്ടിൽ PC കുമാരനെയാണ് കാണാതായത്. പ്രഭാത സവാരിക്കായി വീട്ടിൽ നിന്നും ഇറങ്ങിയ കുമാരൻ ഗായത്രി പുഴയിൽ അകപ്പെട്ടുവെന്നാണ് സംശയം. ഗായത്രി പുഴയുടെ ചീരക്കുഴി പാലത്തിനു സമീപം ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും തിരച്ചിൽ നടത്തി. ബന്ധുക്കളുടെ പരാതിയിൽ പഴയന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ആരോപണം കടുപ്പിച്ച് LDF. വ്യാജ മേൽവിലാസങ്ങൾ നൽകി 30,000-ലധികം വോട്ടുകൾ തൃശൂരിൽ ചേർത്തുവെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം പറയേണ്ടി വരുമെന്ന് മന്ത്രി K രാജൻ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പരാതിയുമായി KSU. സുരേഷ് ഗോപിക്കെതിരെയുള്ള ആരോപണങ്ങൾ തള്ളി BJP. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി കൈവരിച്ച വിജയത്തെ അവമതിക്കാനാണ് കോൺഗ്രസും LDFും ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 5 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ മാൻ സഫാരി പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. സുവോളജിക്കൽ പാർക്കിൽ പെറ്റ് സൂവിന്റെയും വെർച്വൽ സൂവിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. വെളിച്ചെണ്ണ വില തിളയ്ക്കുന്നു. സാധാരണക്കാർ ദുരിതത്തിൽ. ഓണത്തിന് ഇനിയും വില ഉയർന്നേക്കുമെന്ന് വ്യാപാരികൾ. മാസങ്ങളായി വെള്ളം കയറി ഗതാഗതം മുടങ്ങിക്കിടന്നിരുന്ന മനക്കുടി പുള്ള റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടിയാകുന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടി പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.